ഹായ്, ഇന്ന് നമുക്കൊരു നാടൻ കറി ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത പയറാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് ഏകദേശം 1.5 കപ്പ് പയറുണ്ട്. കൂടെ ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക് അരിഞ്ഞത്, 2-3 അല്ലി വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനനുസരിച്ച് ഉപ്പും, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 കഷ്ണം മത്തങ്ങ മീഡിയം സൈസിലുള്ളതാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായോ, മത്തങ്ങയും പയറും എലിശ്ശേരിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. സദ്യയിൽ ഉണ്ടാകുന്നത് പോലെയല്ല, വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന പോലെ ഒരു ഒഴിച്ചുകറിയായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമുക്കിനി മത്തങ്ങ അരിഞ്ഞെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ വേണം അരിഞ്ഞെടുക്കാൻ. ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഈ മത്തങ്ങയും പയറും എലിശ്ശേരി വെക്കാറുണ്ടോ? ഇപ്പോൾ ഇവിടെ പയറെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വേവിച്ചെടുത്ത പയറാണിത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവും ഉപ്പും നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അല്പം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വയ്ക്കാം. ഇനി ഇതിൻ്റെ അരപ്പിലേക്കായി എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ? 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 5-6 ചുവന്നുള്ളി, 1 തണ്ട് വേപ്പില, എരിവിനനുസരിച്ച് മുളക്. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. അധികം അരയണ്ട, എലിശ്ശേരി ആയതുകൊണ്ടാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണേ അരച്ചെടുക്കാൻ. നമ്മൾ നേരത്തെ എരിവ് നോക്കിയില്ലേ, ആ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഉടച്ചു കൊടുക്കാം. സദ്യയ്ക്ക് കിട്ടുന്ന എലിശ്ശേരി ഈ ടൈപ്പ് അല്ല. എല്ലാ പ്രാവശ്യവും ഓർമ്മിപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തേങ്ങ അരച്ച് വെച്ചായിരുന്ന പാത്രം ഒന്ന് കഴുകി ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. കറി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇങ്ങനെ ശർക്കര നിങ്ങൾ ഇടാറുണ്ടോ? ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാം. അതിനായി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2-3 മുഴുവൻ മുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒഴിച്ചുകറി ആയതുകൊണ്ട് നമ്മളിവിടെ തേങ്ങ വറുത്തിടുന്നില്ല. ഇനി മുളക് മൂക്കുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞാൽ കറിയിൽ നിന്ന് കുറച്ചെടുത്ത് കാച്ചിയ ചീഞ്ചട്ടിയിലിടാം. അതിനുശേഷം അത് വീണ്ടും കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു നാടൻ കറിയാണേ. അപ്പോൾ ബായ്.